സുഭിക്ഷതയുടെ നടുവിൽ കഴിയുന്നവർക്ക്, അല്ലലുകളില്ലാതെ കഴിയുന്നവർക്ക് ചിലപ്പോഴും ജീവിച്ചു എന്നൊരു തോന്നലുണ്ടാവില്ല. പക്ഷേ കഷ്ടതകളിലൂടെ കടന്നു പോകുന്ന വ്യക്തികൾക്ക് അവരെ ജീവിച്ചു എന്നെപ്പോഴും ഒരു തോന്നലുണ്ട്. പാലാരൂപതയ്ക്ക് കത്തോലിക്ക സഭയ്ക്ക് തന്നെ വളരെ പ്രിയപ്പെട്ട ഒരു സഹോദരിയുടെ വ്രത സംസ്കാരത്തിലാണ് നമ്മൾ പങ്കെടുക്കുക. സഭയുടെ, പ്രത്യേകിച്ച് രൂപതയുടെ ദൈവാനുഗ്രഹത്തിൻ്റെയും ദൈവ സാന്നിധ്യത്തിൻ്റെയും പ്രത്യേക അടയാളമാണ് വിശുദ്ധ അൽഫോൻസാമ്മ. അൽഫോൻസാമ്മയുടെ കബറിടത്തിൽ വർഷങ്ങളെ ശുശ്രൂഷ ചെയ്യുവാനായിട്ട് പ്രിയപ്പെട്ട കൊച്ചുറാണി ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അൽഫോൻസാമ്മയെ പോലെ തന്നെ, അല്ലെങ്കിൽ അൽഫോൻസാമ്മയോട് ചേർന്ന് നിന്ന് ദൈവസന്നിധിയിൽ കൂടുതൽ സ്വീകാര്യത കൈവരിക്കുവാൻ കൊച്ചുറാണിയെ സഹായിച്ചതെന്ന് ഞാൻ ചിന്തിക്കുകയാണ്. അംഗൻവാടി ടീച്ചർ എന്ന നിലയിൽ കൊച്ചുകുട്ടികളെ പരിശീലിപ്പിക്കുന്ന ശുശ്രൂഷകൾ കൊച്ചുറാണി നിർവഹിച്ചിട്ടുണ്ട്. ജീവിതമെന്ന് പറയുന്ന വലിയൊരു യാഥാർത്ഥ്യത്തെ അതിവിദഗ്ധമായിട്ട് അതിജീവിക്കുവാനായിട്ട് കൊച്ചുറാണി പരിശ്രമിച്ചു എന്നുള്ളതാണ് കൊച്ചുറാണിയിൽ ഞാൻ കാണുന്ന വലിയ ഒരു നന്മ. കൊച്ചുറാണി അടുത്തറിയാവുന്ന ഒത്തിരി പേരുണ്ട് ഇവിടെ. പ്രത്യേകിച്ചും തീർത്ഥാടന കേന്ദ്രത്തിൻ്റെ 111 വോളണ്ടിയേഴ്സിനെയും അന്നുണ്ടായിരുന്നവർക്ക് കൊച്ചുറാണിയായി വളരെ പരിചയമാണ്. ഞാനെപ്പോഴും ഓർക്കുന്നുണ്ട്, വേദനകളുടെ ഒരു കടല് കൊച്ചുറാണിയുടെ ചിരിയുടെ പിറകില് എപ്പോഴും ദൃശ്യമായി. എങ്കിലും കൊച്ചുറാണി ചിരിക്കുവാനായിട്ട് പരിശ്രമിച്ചിരുന്നു. ജീവിതത്തിൽ വേദനകളൊക്കെ പറ്റുമെങ്കിൽ മറ്റാരും അറിയരുത് എന്നുള്ളൊരു ചിന്തയോടുകൂടി വിശുദ്ധ അൽഫോൻസാമ്മയുടെ കബറിടത്തിലെ ശുശ്രൂഷയിൽ എപ്പോഴും പങ്കുചേർന്നിരുന്നു. ആരെങ്കിലും എപ്പോഴും ഒരു ചിരിയോടുകൂടി സംസാരിച്ചിരുന്നു. എങ്കിൽ പോലും അടുത്തറിയാവുന്ന ചേച്ചിമാർക്കും അതുപോലെ തന്നെ ചേട്ടന്മാർക്കും ഒക്കെ അറിയാം, ജീവിതത്തിലെ വലിയ ഭാരങ്ങൾ വഹിച്ചുകൊണ്ടാണ് ആ സഹോദരി നമ്മുടെ മുമ്പിൽ അങ്ങനെ ചിരിച്ചിരുന്നത് എന്നുള്ളത്. സ്വന്തം ജീവിതത്തിലെ അസുഖങ്ങളുടെ വലിയൊരു നിര അഭിമുഖീകരിക്കുന്നതോടൊപ്പം ജീവിത പങ്കാളിയെ ശുശ്രൂഷിക്കുന്ന വലിയ ഒരു തീവ്രമായ യജ്ഞം തന്നെ കൊച്ചുറാണിക്ക് നിർവഹിക്കേണ്ടി വന്നു. നമുക്കറിയാം, കൊച്ചുറാണിയുടെ ജീവിത പങ്കാളിയെ സംബന്ധിച്ച് വ്യത്യസ്തമായിട്ടുള്ള രോഗങ്ങൾ, പ്രത്യേകതകളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കൊച്ചുറാണിക്ക് ശാരീരികമായിട്ട് തന്നെ സഹനങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. അതുപോലെ അദ്ദേഹത്തിൻ്റെ ചികിത്സയ്ക്കും സ്വന്തം ചികിത്സയ്ക്കും വേണ്ടിയിട്ട് പണം കണ്ടെത്തുക എന്ന് പറയുന്ന ദുഷ്കരമായൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ജീവിത പങ്കാളിയെ ഒരു അമ്മക്കോഴി കുഞ്ഞിനെ കൊണ്ടു നടക്കുന്നത് പോലെ ചിറകിൻ കീഴിൽ എപ്പോഴും സംരക്ഷിക്കുക എന്നുള്ള വലിയ ബാധ്യത ഈ സഹോദരി ഏറ്റെടുത്തിരുന്നു. അങ്ങനെ നമ്മൾ പലരും ചിന്തിച്ചു നോക്കുമ്പോൾ നമുക്ക് പലർക്കും പറയാനുണ്ടായി കഷ്ടപ്പാടിൻ്റെയും വേദനയുടെയും കഥകൾ. പക്ഷേ അതിനെല്ലാം ഉപരിയായിട്ട് വളരെയധികം ആന്തരികമായിട്ടുള്ള വേദനകൾ ഉൾക്കൊള്ളുവാനും അതിലൊന്നും പരാതിപ്പെടാതെ തൻ്റെ ജീവിതത്തിൻ്റെ ഉത്തരവാദിത്വമാണ് അതെന്ന് മനസ്സിലാക്കിയത് നിർവഹിക്കുവാനും പ്രിയപ്പെട്ട ജോസിനോട് എപ്പോഴും വലിയ കാരുണ്യത്തോടും സഹാനുഭൂതിയോടും അതിലുപരി പങ്കാളിയോട് കേൾക്കുന്ന വലിയ ഒരാദരവോടും കൂടി പെരുമാറിയിരുന്നതും പലപ്പോഴും എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അതിൻ്റെ ഇടയിലൊക്കെ വല്ലപ്പോഴുമൊക്കെ ജീവിതത്തിൻ്റെ പ്രാരാബ്ധങ്ങളും ബുദ്ധിമുട്ടുകളുമൊക്കെ ചിലപ്പോൾ ഞങ്ങളോടൊക്കെ അച്ഛന്മാരോടുമൊക്കെ പങ്കുവച്ചിട്ടുണ്ട്. ഒരുപക്ഷെ തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്കും നമുക്കുമൊക്കെ ചിന്തിക്കാവുന്ന ഒരു കാര്യം, നമുക്കൊരുപക്ഷെ ഈ സഹോദരിയെ സഹായിക്കാൻ പറ്റുമായിരുന്ന രീതിയിൽ നമുക്ക് സഹായിക്കാൻ പറ്റിയിട്ടുണ്ടോ എന്നൊരു ചിന്തയാണ്. എങ്കിലും എനിക്കറിയാം, പലരും കൊച്ചുറാണിയെ ബലപ്പെടുത്തുന്നതിൽ, ശക്തിപ്പെടുത്തുന്നതിൽ, സഹോദരിയെ പോലെ കാണുന്നതിൽ വിജയിച്ചവരാണ്. ഇപ്പോഴത്തെ ഈ ദിവസത്തെ ഈ സാഹചര്യത്തെ അഭിമുഖീകരിക്കുവാനായിട്ട് നമ്മുടെ വോളണ്ടിയേഴ്സ് പലരും, പ്രത്യേകിച്ച് പ്രിയപ്പെട്ട ഡേവിസൊക്കെ ഒത്തിരി മുൻകൈയെടുത്തു. എല്ലാവരെയും അത് അറിയിക്കുന്നതിൽ, എല്ലാവരെയും
വിളിച്ചു ചേർക്കുന്നതിൽ, ഇന്നലെയും കണ്ട് സംസാരിക്കുന്നതിൽ, ഇന്ന് മരണവാർത്ത അറിഞ്ഞത് മുതൽ അയൽക്കാരൻ ഉൾപ്പെടെയുള്ളവർ അതിൻ്റെ അകത്ത് അവരെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള വലിയ ശുശ്രൂഷകൾ ചെയ്തു. ഈ അവസരത്തിൽ ഞാൻ സ്നേഹത്തോടെ രൂപതയുടെ പേരിൽ കൊച്ചുറാണിയെ നന്ദിയോടെ ഓർക്കുകയാണ്. അൽഫോൻസാമ്മയുടെ കബറിടത്തെങ്കിലെ വലിയ ശുശ്രൂഷ വഴി 111 സഹോദരരോട് ചേർന്ന് പ്രവർത്തിച്ചുകൊണ്ട് അൽഫോൻസ തീർത്ഥാടന കേന്ദ്രത്തിലെ വിശുദ്ധ അൽഫോൻസാമ്മയുടെ കബറിടത്തിൽ ശുശ്രൂഷ ചെയ്യുന്നതിൽ സമയവും ആരോഗ്യവും ഒക്കെ വ്യയം ചെയ്തവരുടെ കൂട്ടത്തിൽ കൊച്ചുറാണിയും എൻ്റെ ഒരു മുഖ്യസ്ഥാനത്തുണ്ടായിരുന്നു. തീർത്ഥാടന കേന്ദ്രത്തിലെ വിശുദ്ധയായിട്ട് അൽഫോൻസാമ്മ പ്രഖ്യാപിക്കപ്പെട്ടുള്ള ആദ്യ വർഷങ്ങളിൽ അന്നത്തെ വോളണ്ടിയേഴ്സ് ഒത്തിരി ത്യാഗവും അതോടൊപ്പം തന്നെ അവരുടെ കഷ്ടപ്പാടുകളും ആ തീർത്ഥാടന കേന്ദ്രത്തെ വളർത്തുന്നതിന് സഹായിച്ചു എന്നുള്ളൊരു വസ്തുത നമ്മൾ അംഗീകരിക്കണം. അതിൻ്റെ ആരംഭകാല രൂപഭാവങ്ങൾ കൊടുക്കുന്നതിൽ ആദ്യം ഏതാനും പേരായിട്ട് തുടങ്ങി, പിന്നെ 111 പേരായിട്ട് വളർന്നപ്പോൾ അവരുടെ എല്ലാം വിയർപ്പും രക്തവുമൊക്കെ അവിടെ തീർച്ചയായിട്ടും അലിഞ്ഞു ചേർന്നിട്ടുണ്ട്. അതിലൊരാളാണ് കൊച്ചുറാണി എന്ന് തീർച്ചയായിട്ടും നമുക്ക് പറയാം. ഈ അവസരത്തിൽ അഭിയൻ്റെ പിതാവിൻ്റെ പേരിൽ പിതാവിന് ഒഴിവാക്കാനാവാത്ത ഒരു തിരുക്രമത്തിന് പോകേണ്ടി ഒന്നുമല്ല എങ്കിൽ തീർച്ചയായിട്ടും ഈ കാര്യം അറിയുമ്പോൾ ഇവിടെ ഒന്നൊരു പ്രാർത്ഥനയെങ്കിലും നടത്തുമായിരുന്നു എന്ന് ഉറപ്പാണ്. കാരണം പിതാവ് അൽഫോൻസാമ്മയെയും ഭരണജ്ഞാനത്തെയും നമ്മുടെ തീർത്ഥാടന കേന്ദ്രത്തെയും ഇടവകയും ഒക്കെ എത്രമാത്രം ഹൃദയത്തിൽ ചേർത്ത് നിർത്തിയിട്ടുള്ള വ്യക്തിയാണ്.